വെൽക്കം ടു ക്ലാരസ് റെസിപ്പീസ്. ഇന്ന് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് നമ്മളുടെ ബീഫിൻ്റെ റെസിപ്പിയാണ്, അതായത് ബീഫ് വീന്താലിയുടെ റെസിപ്പിയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾക്ക് എന്താ പറയുക, വെച്ചിരുന്ന് കഴിക്കാനൊക്കെ പറ്റി, അതായത് 2-3 ദിവസമൊക്കെ കേടാവത്തൊന്നുമില്ല, പെട്ടെന്നൊന്നും നമ്മൾക്ക് പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുത്തു വിടാൻ പറ്റും. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് അതിന് വേണ്ടത്. ബീഫ് എടുത്തിട്ടുണ്ട്, 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, പക്ഷെ അധികം കട്ടിയില്ല കേട്ടോ. കട്ടിയില്ലാതെ കുറച്ച് വീതിയിൽ കുറച്ച് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3 മീഡിയം സൈസ് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. 15-20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം വിനീഗർ എടുത്തിട്ടുണ്ട്. 2.5 ടീസ്പൂണോളം മുളക് പൊടി, നല്ല മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, നല്ല മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കടുകും പരിപ്പ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നമ്മളുടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. അതുപോലെ 1.5 ടേബിൾ സ്പൂണോളം കൊറിയാൻഡർ പൗഡർ എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കടുകും പരിപ്പെല്ലാം നമുക്കതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുളക് പൊടി, നമ്മൾ നല്ല മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, കാരണം വീന്താലിന് അത്യാവശ്യം എരിവ് വേണമല്ലോ. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന കടുകും പരിപ്പ്, ഇവിടെ കടുകായിട്ടല്ല, കടുകിൻ്റെ പരിപ്പായിട്ടാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം കടുകും പരിപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം നമ്മളുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കൊരു കുക്കറിലേക്ക് നമ്മളുടെ ബീഫ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് നന്നായി പേസ്റ്റ്, നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ നമ്മളുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് ഒരു പകുതി സവോള ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ ലാസ്റ്റിൽ താളിച്ച് ചേർക്കാനുള്ളതാണ്. അതുപോലെ വിനിഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇനി നമ്മൾക്ക് പുളി നോക്കിയിട്ട് ബാക്കിയുള്ള ചേർത്ത് കൊടുക്കാം. അതുപോലെ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മളുടെ എടുത്ത് വെച്ചിരുന്നതെല്ലാം നന്നായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. അത് കുറച്ചൊന്ന് കഴുകി അതങ്ങ് ഒഴിക്കുകയാണ്. കൂടുതൽ നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല, കാരണം ഇറച്ചി വേകുമ്പോൾ അതിൽ നിന്ന് തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പം അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർത്തില്ല, വെറും ആ ജാറ് കഴുകിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വീന്താലൂന് നമുക്ക് ഗ്രേവി അത്രയ്ക്ക് അങ്ങ് ആവശ്യമില്ല, കൂടുതൽ അങ്ങ് ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നമ്മൾ വെള്ളം ചേർക്കുന്നതിന് ആവശ്യമില്ല. ഇനി ഒരു കുക്കർ അടച്ചിട്ട് നമ്മൾക്കൊരു 5 മുതൽ 6 സീറ്റ്, അതായത് നമ്മൾക്ക് ഇറച്ചി വെന്ത് വരുന്നത് വരെ നമ്മൾക്കതൊന്ന് വേവിച്ചെടുക്കാം. എൻ്റെ നീസാകട്ടോ, അവളാണ് ഉണ്ടാക്കുന്നത്. അവിടെ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു പ്രിപ്പറേഷൻ. അത് ഇപ്പം നമ്മുടെ ഇറച്ചിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉള്ളി ചേർത്ത് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ നമുക്കത് താളിച്ചെടുക്കണം. ബ്രൗൺ കളറാവുന്നവരെ അത് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളി. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കത് നമ്മളുടെ വെന്തിട്ടുള്ള വീന്താലുവിൻ്റെ ചട്ടിയിലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കാം.
നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള വീന്താലി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കുറച്ചുകൂടെ വറ്റിക്കുവാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ വെളിനാട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഉണ്ടാക്കി കൊടുത്തു വിടാനൊക്കെ ഏറ്റവും ബെസ്റ്റാവും. ഒരിക്കലും അതങ്ങ് ചീത്തയായി പോകത്തൊന്നുമില്ല കൊണ്ടുപോകുമ്പോഴത്തേക്കും. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള വീന്താലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.